ഖാർഗെയെ വേദനിപ്പിച്ച കോൺഗ്രസിന്റെ മൗനം. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദം എന്താണ് പറയുന്നത്? ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു പരിപാടിക്ക് വിളിച്ച ശേഷം അപമാനിച്ചുവെന്ന് ആരോപണമുയരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് ആ നേതാവ്. അതിലും പ്രധാനമായി അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. എന്നിട്ടും ഈ സംഭവത്തിനെതിരെ സ്വന്തം പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും പരസ്യമായി പ്രതികരിച്ചില്ല. ഈ മൗനമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ വേദനിപ്പിച്ചിരിക്കുന്നത്. സംഭവം നടന്നത് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ. ഖാർഗെ പങ്കെടുത്ത ഒരു റാലിക്ക് ശേഷം അദ്ദേഹം ഉപയോഗിച്ച വേദി ശുദ്ധീകരിച്ചു എന്ന തരത്തിലുള്ള നടപടിയാണ് വിവാദമായത്. കോൺഗ്രസ് ഇതിനെ ജാതി വിവേചനവുമായി ബന്ധപ്പെടുത്തി ശക്തമായി വിമർശിച്ചു. പക്ഷേ ചോദ്യം ഇവിടെ ഉയരുന്നത് ഇതാണ്: ഒരു വ്യക്തിയുടെ ജാതിയുടെ പേരിൽ അയാൾ നടന്നുപോയ സ്ഥലത്തെ അശുദ്ധമെന്ന് കണക്കാക്കുന്ന ചിന്ത ഇന്നും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു? അതിലും വലിയ ചോദ്യം, ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്? ഖാർഗെയുടെ വേദനയുടെ പ്രധാന കാരണം ഈ സംഭവം മാത്രമല്ല. ഓഗസ്റ്റ് 20 ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഖാർഗെ തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞത്. മാധ്യമങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഈ വിഷയത്തിൽ തുറന്ന് സംസാരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. പ്രത്യേകിച്ച് പാർട്ടിയുടെ സാമൂഹ്യ നീതി നിലപാടുകളെക്കുറിച്ച് സംസാരിക്കേണ്ട സമയത്ത് നേതാക്കളുടെ മൗനം അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഖാർഗെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രധാന കാര്യം ഇതാണ്: തനിക്ക് ദളിത് എന്ന വ്യക്തിത്വത്തിന്റെ പേരിൽ സംരക്ഷണം ആവശ്യമില്ല. പക്ഷേ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകർ ഇത്തരമൊരു സംഭവത്തിൽ മിണ്ടാതിരുന്നത് തന്നെ വേദനിപ്പിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം ഇവിടെ വിഷയം ഖാർഗെ എന്ന വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല. ഒരു ദളിത് നേതാവ് രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഒന്നിലെത്തിയാലും ജാതിയുടെ പേരിലുള്ള അപമാനത്തിൽ നിന്ന് അയാൾ പൂർണ്ണമായും മുക്തനാകുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഖാർഗെ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോൺഗ്രസ് സംഭവത്തെ അപലപിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ ഖാർഗെ ആ വിശദീകരണത്തിൽ പൂർണ്ണമായി തൃപ്തനായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാഹുൽ ഗാന്ധി വിഷയത്തിൽ കൂടുതൽ കൃത്യമായ പാർട്ടി ഇടപെടൽ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട്. സാമൂഹ്യനീതി സംബന്ധിച്ച പാർട്ടിയുടെ നിലപാടുകൾ ഏത് നേതാക്കൾ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തോട് നിർദ്ദേശിച്ചതായാണ് വിവരം. ഇതിലൂടെ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പ്രശ്നവും പുറത്തു വരുന്നു. ഒരു പാർട്ടി ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്നത് മാത്രം മതിയോ? അതോ ആ നിലപാട് പാർട്ടിയിലെ ഓരോ പ്രധാന നേതാവും പരസ്യമായി ഏറ്റെടുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമോ? ഖാർഗെയുടെ പ്രതികരണം രണ്ടാമത്തെ വാദത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഇനി ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വശത്തേക്ക് വരാം. ഇത് BJPയുടെ ഹിന്ദുത്വ സംഘടനകളെ മാത്രം വിമർശിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വിഷയമാണോ? അതോ അതിനപ്പുറം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയാണോ? ഇത്തരം സംഭവങ്ങളെ വെറും ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഫ്രെയിമിൽ മാത്രം കാണുമ്പോൾ ഇന്ത്യയിലെ സമൂഹത്തിൽ ആഴത്തിൽ നിലനിൽക്കുന്ന ജാതി അധികാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ച പലപ്പോഴും പിന്നിലേക്ക് പോകുന്നു. അതായത് ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു പ്രത്യേക ഗ്രൂപ്പിനെയോ കുറ്റപ്പെടുത്തുന്നതിൽ മാത്രം പ്രശ്നം തീരുന്നില്ല. ജാതിയുടെ പേരിൽ ഒരാളെ അശുദ്ധനായി കാണുന്ന മനോഭാവം സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമല്ല, നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ തുടർന്ന സാമൂഹിക അസമത്വത്തിന്റെ ഭാഗമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഈ ചർച്ചയ്ക്ക് മറ്റൊരർത്ഥം നൽകുന്നു. ഒരു ദളിത് നേതാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നു. പാർലമെന്റിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ശബ്ദങ്ങളിൽ ഒന്നായി മാറുന്നു. പക്ഷേ അതേ വ്യക്തി അദ്ദേഹത്തിന്റെ ജാതിയുടെ പേരിൽ ഒരു സ്ഥലത്ത് ശുദ്ധീകരണത്തിന് വിധേയനാക്കിയെന്ന ആരോപണം ഉയരുന്നു. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്: രാഷ്ട്രീയ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയാലും ജാതിയുടെ അപമാനം ഒരാളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ എത്രമാത്രം മാറിയിട്ടുണ്ട്? ഇതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന ഭാഗം. അതേസമയം കോൺഗ്രസിനും ഇവിടെ ആത്മപരിശോധന ആവശ്യമാണ്. ജാതി വിവേചനത്തിനെതിരെ പ്രസംഗിക്കുക എളുപ്പമാണ്, പ്രമേയം പാസ്സാക്കുക എളുപ്പമാണ്, ട്വീറ്റ് ചെയ്യുക എളുപ്പമാണ്. പക്ഷെ സ്വന്തം പാർട്ടി അധ്യക്ഷൻ തന്നെ ഒരു ജാതി വിവേചനപരമായ സംഭവത്തിൽ അപമാനിക്കപ്പെട്ടതായി പറയുമ്പോൾ എത്ര നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം തുറന്നു നിൽക്കുന്നു? അതാണ് യഥാർത്ഥ പരീക്ഷണം. ഖാർഗെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് തന്റെ പാർട്ടിയുടെ ഔപചാരിക പിന്തുണ മാത്രം വേണ്ടിയിരുന്നില്ല, സഹപ്രവർത്തകരുടെ ശബ്ദമായ പിന്തുണയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്.